വേനൽ കടുത്തു. തൊണ്ട നനയ്ക്കാൻ വെള്ളം തേടി കന്നിമാർച്ചോലയിലെ നാട്ടുകാർ. തേയിലച്ചെടികളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് കുമളിക്ക് സമീപം കന്നിമാർച്ചോല. ഇവിടുത്തെ അംബേദ്കർ കോളനി നിവാസികൾ കുടിവെള്ളത്തിനായി അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അധികൃതർ കാണേണ്ടതാണ്. കാണാം കോളനിയിലെ കുടിവെള്ള ദുരിത കാഴ്ചകൾ. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ കന്നിമാർച്ചോല തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മലനിരകൾക്ക് നടുവിലെ ചെറു ഗ്രാമമാണ്. എന്നാൽ ഇവിടെ കുടിവെള്ളം ഇല്ല എന്നതാണ് പ്രധാന പ്രശ്നം. വർഷങ്ങളായി നാട്ടുകാർ അനുഭവിക്കുന്ന ദുരവസ്ഥയാണിത്. തലമുറകളായി കുറെ മനുഷ്യർ ഇവിടെ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ്. ഇവിടെ 10-50 കൊല്ലമായിട്ട് ഇവിടെ താമസിക്കുക. ഇവിടെ കുടിവെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഈ വരുന്ന ഭരണക്കാരെ ഭരണം ഭരിച്ചു വന്നാലും ഞങ്ങൾക്ക് ഒരു കളം വെള്ളം പോലും കിട്ടുകയില്ല. ഒരു ലിറ്റർ വെള്ളത്തിനോട് ₹1 വിലയ്ക്കാണ് ഞങ്ങൾ മേടിച്ച് വെള്ളം കഴിക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കരയിലെ മേഖലയിൽ ആരും വന്ന് നോക്കുന്നുമില്ല. മലിനമായ ഒരു കിണറും തുള്ളിതുള്ളിയായി വെള്ളം ഒലിച്ചിറങ്ങുന്ന ഒരു ഓലിയുമാണ് നിസ്സഹായരായ ഈ മനുഷ്യരുടെ പ്രധാന ജലസ്രോതസ്സുകൾ. പ്രായമായവരും സ്ത്രീകളും ഈ കിണറ്റിൽ നിന്നുള്ള വെള്ളം കുടങ്ങളിൽ ചുമന്ന് ഏറെ ദൂരം നടന്നാണ് വീടുകളിൽ എത്തുന്നത്. തേയിലത്തോട്ടങ്ങളിലെ പണിയും കന്നുകാലി വളർത്തലുമാണ് ഈ നാട്ടുകാരുടെ പ്രധാന ഉപജീവന മാർഗം. സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും വൻതുക മുടക്കി ടാങ്കർ വെള്ളം വാങ്ങേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഇവർ. വെള്ളം കിട്ടുന്നില്ല. പണിയുടെ പൈസ വെള്ളം മേടിക്കാനേ തികയത്തുമില്ല. 1400-300 കൊടുത്താലേ ഞങ്ങൾക്ക് വെള്ളം കൊണ്ടുവരാൻ പറ്റൂ. നിങ്ങൾക്ക് ആഴ്ചയിൽ 1-2 പണിയേ കിട്ടത്തുള്ളൂ. പണിയില്ലാതെ കാരണം പണിയില്ല. ഞങ്ങൾ കിട്ടുന്ന പണി വെള്ളം മേടിക്കാനേ തികയത്തില്ല. എല്ലാ വർഷവും ജനുവരിയിൽ തന്നെ കന്നിമാർച്ചോലയിൽ രൂക്ഷമായ വരൾച്ച അനുഭവപ്പെട്ട് തുടങ്ങും. കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം തേടി ഈ നാട്ടുകാർ ഇനി സമീപിക്കാൻ ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥരോ ബാക്കിയില്ല. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.